ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. ഏതായാലും ജനറൽ പ്രമോയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് വീക്കെൻഡ് പ്രമോ. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ. അപ്പൊ അതൊക്കെ കണ്ടിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനി ഒത്തിരി അങ്ങോട്ട് പറഞ്ഞു കുളവാക്കുന്നില്ല. നാളെ ഇനി പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് ചുരുക്കത്തിൽ പറയാമേ. അങ്ങനെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് അപ്പോഴും നമ്മുടെ സച്ചിയും രേവതിയും മുടിഞ്ഞ അടി തന്നെയാണ്. നമ്മുടെ സച്ചി ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല, ദേഷ്യത്തിന് ഒട്ടും കുറവില്ല. നമ്മുടെ രേവതിനെ അങ്ങോട്ട് അടിച്ചമർത്തുകയാണ്. വേറെ ഒന്നുമല്ല സച്ചിക്ക് പറയാനുള്ളത്, ഞാന് ഇവളെ സ്നേഹിക്കുന്നില്ല. അതിനാരെ ഇവളെ സ്നേഹിക്കുന്നത്? ഇവളെന്നെ സ്നേഹിക്കുമെന്ന് വേണ്ട. ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിലല്ലേ ഇവളെന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ട് കാര്യമുള്ളൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല, നിന്റെ സ്നേഹം ആർക്ക് വേണോടി എന്നാണ് ചോദിച്ചത്. ഇത് കേട്ടത് സത്യത്തിൽ നമ്മുടെ രേവതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. രേവതിക്ക് നല്ല ഒരു പെണ്ണിനും സഹിക്കാനാവില്ല സ്വന്തം ഭർത്താവ് ഇങ്ങനെ പറയുമ്പോൾ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ വന്ന് പറഞ്ഞു, എടാ സച്ചി, നീയേ കുറച്ച് ബോധത്തോടെ സംസാരിക്കും. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അവൾ നിന്റെ ഭാര്യ എന്നുള്ളത് നീ മറക്കരുത്. ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ നല്ലത് തന്നെയാ. ഒരിക്കലും ഒരു ഭർത്താവ് ചീത്തയാകണമെന്ന് ഒരു ഭാര്യയും ആഗ്രഹിക്കില്ല. നല്ലൊരു ഭാര്യ അങ്ങനെ ആഗ്രഹിക്കുന്നവളല്ല. അത് നീ മനസ്സിലാക്കണം. നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പൊ നീ ഇത്രയും ദേഷ്യം കാണിക്കുന്നു. അന്ന് നീ അതൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരുന്നേ അവസ്ഥ? നീ ആ ഗജാനന്ദനെ എങ്ങാനും പോയി കൊല്ലുമായിരുന്നെങ്കിലേ ഇപ്പൊ എവിടെ പോയി നിന്നേനെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അച്ഛൻ കൂടുതൽ ഇവളെ ന്യായീകരിക്കുമെന്നും വേണ്ട. അല്ലെങ്കിലും എന്തിനും ഏതിനും എല്ലാം അച്ഛൻ ന്യായീകരിക്കാനുണ്ടല്ലോ ഇവക്ക്. അതുകൊണ്ടാ ഇവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഞാൻ പറഞ്ഞേക്കുക, ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. നീ ഇറങ്ങി പൊക്കോ ഇവിടുന്ന്, അതാ നിനക്ക് നല്ലത്. നീ എന്നെന്റെ തലയിൽ കയറിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലമാ. അതെ, മാറുന്ന എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, നിങ്ങളൊന്നും ഞാൻ പറയുന്ന മനസ്സിലാക്ക്. വേണ്ട രേവതി, നിന്നോട് മിണ്ടരുതെന്നാ പറഞ്ഞത്. നീ മിണ്ടി പോകരുത്. നീയും നിന്റെ വീട്ടുകാരും കൂടെ ഒരു മാല എന്റെ കഴുത്തെ കൊണ്ടിട്ട് തന്നു. ലാസ്റ്റ് അത് തിരിച്ചു മേടിച്ചതും പോരാഞ്ഞിട്ട് ഞാനത് കൊണ്ട് പണയം വെച്ചതിന് എന്ത് ഭൂകമ്പം നീ ഉണ്ടാക്കി. അതിന്റെ പൈസയും ഇപ്പം ഞാനാ അടച്ചോണ്ടിരിക്കുന്നത്. ആ പണയം എടുക്കാൻ വേണ്ടി ഞാൻ ആ ഫൈനാൻസറുടെ കയ്യിൽ നിന്ന് എത്ര രൂപ എടുത്തതെന്ന് നിനക്കറിയാമോ? നിന്റെ വീട്ടുകാരും നീയും കാരണം എനിക്ക് ഒരു സൗകര്യം ഇല്ലാന്ന് പറഞ്ഞപ്പം ദേ എന്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും ഇതേ സമയത്താണ് നമ്മുടെ ദേവുവും അതുപോലെ ലക്ഷ്മിയും കൂടെ വീട്ടിനകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ വീട്ടിനകത്തേക്ക് കയറി വന്നതും ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടോണ്ടാണല്ലോ വരുന്നത്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ചന്ദ്ര ആയിക്കോട്ടെ ആവശ്യത്തിനേറെ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ സച്ചി ആണെങ്കിൽ പറയുകയും ചെയ്തു, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പൊക്കോളാൻ. അപ്പൊ പിന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് സുഖമല്ലേ, കിട്ടിയൊരു ചാൻസ് അല്ലേ. അതുകൊണ്ട് നമ്മുടെ ചന്ദ്രയും പറഞ്ഞു, അത് തന്നെ ഏറ്റവും നല്ല തീരുമാനം. ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലേ ഈ വീട്ടിലേക്ക് മഹാലക്ഷ്മി കയറി വരത്തുള്ളൂ. ഇപ്പൊ ഈ വീട്ടിലുള്ളത് മൂദേവിന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അച്ഛൻ പറയുന്നത് ഇവിടെ കിടന്ന് തുള്ളുവാ. അമ്മ എന്താ ചെലങ്ക കെട്ടിക്കൊടുക്കാൻ നിൽക്കുകയാണോ? അമ്മ ഒരു കാര്യം ചെയ്യണം. അമ്മയുടെ വായ അടച്ച് കുറച്ചു നേരം വെക്ക്. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി നിൽക്കുക. അല്ല, അമ്മയോട് ഈ ഏടത്തി എന്താ ചെയ്തത്? ഇപ്പൊ അമ്മ ഇടപെടാൻ വേണ്ടി അമ്മയോട് എന്തെങ്കിലും ഏടത്തി ചെയ്തോ? ഇല്ലല്ലോ. ഏടത്തി ചെയ്തത് ന്യായമാണെന്ന് എനിക്കും അറിയാം, കേട്ട് നിൽക്കുന്ന ആർക്കും അറിയാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങോട്ട് ശ്രീകാന്തിനെ വന്ന് ഇങ്ങനെ കോളറയിലങ്ങ് പിടിച്ചിട്ട്, എടാ നീ മിണ്ടിപ്പോകരുത്, നീയൊക്കെ കാരണമാ, നിനക്കന്ന് എന്നോട് ഒരു വാക്ക് പറയായിരുന്നല്ലോ, അപ്പൊ നീ ഈ കള്ളിയുടെ കൂടെ കൂടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. ഏതായാലും ഇതൊക്കെ കേട്ടുകൊണ്ടാണല്ലോ ദേവും ലക്ഷ്മിയും കൂടെ വരുന്നതും. നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതിനെ അടിക്കാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ രേവതി വീട്ടുകാരെ പറഞ്ഞു പോകരുത്, ഞാൻ എന്ത് സഹിക്കും, എന്റെ വീട്ടുകാരെ പറഞ്ഞു പോകരുത്, അതിന് മാത്രം ഞാൻ സഹിക്കില്ല, ഇനി ഒന്നും കൂടെ എന്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ കൈ ചൂണ്ടി ഇങ്ങനെ മെക്കിട്ട് കയറാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് അടിക്കാൻ വേണ്ടി അടിച്ചില്ല എന്നുള്ള മട്ടായി കേട്ടോ. അപ്പൊ രവീന്ദ്രൻ കയറി കയ്യെ പിടിച്ചു. എന്താണ് സച്ചി കാണിക്കുന്നതെന്ന് ചോദിച്ചതും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി മോളെ എന്നൊരു വിളിയായിരുന്നു. കാരണം ആ അമ്മയുടെ വേദന എന്താണെന്ന് ആ അമ്മയ്ക്കേ മനസ്സിലാകത്തുള്ളൂ. ഒരു പെൺകുട്ടീനെ കെട്ടിച്ചു വിടുമ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അവൾ നന്നായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നത്. അപ്പം അമ്പലത്തിലൊക്കെ വെച്ച് രേവതിയും സച്ചിയും തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് ഒരുമാതിരി സമാധാനപ്പെട്ട് നടന്ന നമ്മുടെ ലക്ഷ്മി ഈ കാഴ്ച കാണുമ്പോൾ ചങ്ക് തകർന്നാണ് നിൽക്കുന്നത്. അങ്ങനെ ലക്ഷ്മി വന്നിട്ട്, മോനെ സച്ചി, എന്താടാ നീ കാണിക്കുന്നത്? എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ചന്ദ്ര, ഓ വന്നല്ലോ മുതല്. ഏതായാലും മകളെ നന്നായിട്ട് തന്നെയാ വളർത്തിയേക്കുന്നത്. അതിന്റെ എല്ലാ വളർത്തു ഗുണങ്ങളും ഉണ്ട്. രണ്ടും രണ്ട് പാത്രമാകാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതായാലും നന്നായി, വന്നതേ അങ്ങ് വിളിച്ചോണ്ട് പോകാമല്ലോ, കൊണ്ടുപോക്കോ വീട്ടിലേക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നിർത്തുന്നുണ്ടോ ചന്ദ്രൻ, നീ കുറെ നേരമായി തുടങ്ങിയിട്ട്, നീ അകത്ത് കയറി പോകാൻ പറഞ്ഞു. ഇതേ സമയമാണ്
നമ്മുടെ സച്ചി പറയുന്നത്, അതെ നിങ്ങളുടെ മകളെ നിങ്ങൾ കൊണ്ടൊക്കോ, അതാ നല്ലത്. കാരണമേ അവളെ എന്നെ ചതിച്ചോണ്ടിരിക്കുക, ഇത്രയും നാളും അവൾ എന്നോട് മറച്ചു വെച്ചു എന്ന് പറഞ്ഞപ്പം ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നു. അപ്പം ദേവു പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ, ഒരിക്കലും അത് സച്ചിയേട്ടന്റെ ദോഷത്തിന് വേണ്ടിയല്ല ചേച്ചി അത് ചെയ്തത്, ആ കാര്യമൊക്കെ എനിക്കും അറിയാവുന്നതാണെന്ന് പറയുമ്പോ നിനക്കും അറിയാവുന്നതല്ലേ ദേവു, എടി നിന്നെ ഞാൻ എൻ്റെ ഒരു അനിയത്തിയായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ, എനിക്ക് അനിയത്തി ഇല്ലാത്ത സ്ഥിതിക്ക് നിന്നെ ഞാൻ അതായിട്ട് മാത്രം എൻ്റെ അനിയത്തിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളത്, നീയും അത് മറച്ചു വെച്ചില്ലേ, നീയൊക്കെ കാരണം ഇപ്പൊ എൻ്റെ കാറ് വർക്ക്ഷോപ്പിൽ കിടക്കണത്. അല്ലായിരുന്നുവെങ്കില് പണ്ടേ ആ ഗജാനന്ദനെ പിടിച്ചു കൊടുക്കായിരുന്നെങ്കിൽ എന്റെ കാറിന് ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വീണ്ടും ബഹളമായി. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, മതി നിർത്ത, നീ ഒരു കാര്യം ചെയ്യ, നിനക്ക് ജോലിയുണ്ടോ, അല്ലെ ജോലിക്ക് പോ, അല്ലെ നീ പെരക്കകത്ത് കയറി പോകാൻ പറഞ്ഞിട്ട് പെരക്കകത്ത് കയറ്റി വിടാൻ വേണ്ടി തുടങ്ങിയപ്പോ എനിക്ക് പെരക്കകത്തേക്കൊന്നും പോകണ്ട, ഈ വീട്ടിൽ നിന്നാൽ എനിക്ക് സമാധാനം കിട്ടില്ല, ഇവളുള്ളിടത്തോളം കാലം ഈ വീട്ടിൽ നിന്നാൽ എനിക്ക് സമാധാനം കിട്ടൂലെന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോയി. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സച്ചി നീ പോകരുതെന്ന്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അച്ഛാ പോട്ടെ അച്ഛാ, എന്തേലും ചെയ്യട്ടെ, പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും നമ്മുടെ ലക്ഷ്മീനെ സമാധാനിപ്പിക്കാൻ രവീന്ദ്രനേ ഉള്ളൂ. അങ്ങനെ ലക്ഷ്മിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ആ ഒരു സമയത്ത് പിന്നെ അവിടെ ഉള്ളത് ശ്രുതിയും ചന്ദ്രയും രേവതിയാണ്. അപ്പൊ രേവതിയുടെ ഈ നിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അല്ല മോളെ കണ്ടില്ലേ അവള് നിൽക്കുന്നത്, അവക്ക് ഇതല്ല ഇതിനപ്പുറം വരേണ്ടവളാണ് അവളുണ്ടല്ലോ, ഒന്നുമില്ലാതെ ഈ വീട്ടിൽ കയറി വന്നിട്ട്, ദാരിദ്ര്യത്തിൽ നിന്ന് ഈ വീട്ടിൽ കയറി വന്നിട്ട് അവൾ ഇത്രയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുണ്ടായിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരുന്നു. ഇപ്പൊ തന്നെ കെട്ടിയവനെടുത്തിട്ടില്ലേ അവളെ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. അല്ലെങ്കിൽ ചില ജന്മങ്ങൾ ഇങ്ങനെയാന്നേ, ചില ജന്മങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവത്തില്ല. മോളൊരു കാര്യം ചെയ്യ, അകത്ത് കയറി പൊക്കോ, മോനെ ശ്രുതി മോളെ കൂട്ടിക്കൊണ്ട് അകത്ത് കയറിപ്പൊക്കെ, ഇതൊന്നും കണ്ടേ എന്റെ മോള് വിഷമിക്കണ്ട, വിവരവും വിദ്യാഭ്യാസത്തിന്റെയും കുറവെന്നല്ലാതെ എന്താ പറയുക, ചക്കിക്കൊത്ത ചങ്കരൻ, ഇനി എത്ര നാൾ ഈ അടി കണ്ട് മുന്നോട്ടേക്ക് പോവേണ്ടി വരുന്ന എനിക്ക് അറിയില്ല എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങോട്ട്. ഏതായാലും രേവതി ഇതൊക്കെ കേട്ട് വിഷമിച്ച് അടുക്കളയിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദേവു അടുക്കളയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, കരയേണ്ട ചേച്ചി, എന്താ ചേച്ചി കരയണത്, കരയാതിരിക്കുക ചേച്ചി, സാരമില്ല പോട്ടെ, സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. നമ്മുടെ രേവതി ആണെങ്കിൽ ദേവുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുക, ഞാൻ എന്ത് തെറ്റാ മോളെ ചെയ്തത്, അത് മറച്ചു വെച്ചത് അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അതിപ്പോ പറഞ്ഞ ഏതായാലും സച്ചിയേട്ടന് മനസ്സിലാവില്ല, സച്ചിയേട്ടന്റെ മനസ്സ് നിറയെ ആ വണ്ടി ഇപ്പം ഇല്ലാത്തതിന്റെ കലിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിന്റെ ദേഷ്യമായിരിക്കും. അതുകൊണ്ട് രേവതി ചേച്ചി ഒരു കാര്യം ചെയ്യാം, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഓർക്കുമൊന്നും വേണ്ട, ഏതായാലും ഇനിയിപ്പോ പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ദേവു ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു. രവീന്ദ്രനാണെങ്കിൽ ലക്ഷ്മിയെയും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. സച്ചി പറഞ്ഞതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേരെ, സച്ചി അങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ, അവനെ എടുത്തുചാട്ടക്കാരൻ അങ്ങനെയൊക്കെ പറയും, അവന്റെ മനസ്സിലൊന്നും ഇരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മറന്നു പൊക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. ഇതേ സമയത്താണ് ദേവു ശ്രീകാന്തും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പം ദേവു ശ്രീകാന്ത് സംസാരിക്കുന്ന ഈ കാര്യം തന്നെയാണ്. ഇത് കണ്ടിട്ട് ചന്ദ്ര ഇങ്ങ് വന്നിട്ട്, എടാ ശ്രീകാന്തേ നിനക്കെന്താ റെസ്റ്റോറന്റിൽ നിന്നും പോണ്ടേ, നീ എന്താ ഇവിടെ ഒന്ന് കിന്നരിക്കുന്നത്, ഓരോരുത്തർ വരുമ്പോൾ അങ്ങോട്ട് കിന്നരിക്കാൻ ചെന്ന് നിന്ന് കൊടുത്താൽ മതി, ഒരെണ്ണം കയറി വന്നതിന്റെ തലവേദന ഇതുവരെ മാറിയിട്ടില്ല, ഇനിയിപ്പം നീയും കൂടെ ഒരെണ്ണത്തിനെയും കൂടെ മുതുകത്തെടുത്തോണ്ട് വെച്ച് കയറി വാ ഇങ്ങോട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മയൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ, ഞാൻ റെസ്റ്റോറന്റിൽ പോകുമല്ലേലും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോയി. എന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞു, രേവതി ഇടത്തിന്റെ അടുത്ത് ചെല്ല, നീ ഇടത്തിനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങ് പോയത്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി, എങ്കിലും ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഈ വീട്ടിലുണ്ടാകുമായിരുന്നല്ലേ ശ്രുതി, എന്ത് ചെയ്യാനാ മോളെ, ഇതൊക്കെ ഒരു ചെറിയ പ്രശ്നം, അവൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവന് വെളിവില്ല. അതെ, ഈ ഭാര്യയും ഭർത്താവും ഒക്കെ വഴക്കുണ്ടാക്കാന്ന് പറയുമ്പം അത് വെറും അങ്ങേയറ്റത്തെ തരം താഴ്ന്നവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. ഈ വിവരവും ബോധവും വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനും ഒക്കെ ഇല്ലാത്തവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയാണോ? എന്നെ ശ്രുതി ഇങ്ങനെയൊന്നും പറയില്ലല്ലേ? ഒരിക്കലും എൻ്റെ മോളെ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല. അതിന് എൻ്റെ മോൾ എന്നിൽ നിന്നൊന്നും മറക്കുന്നില്ലല്ലോ, അങ്ങനെ ഒന്നും മറയ്ക്കാനില്ലല്ലോ. നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാം തുറന്ന് സംസാരിക്കുന്നവരല്ലേ. നിന്റെ മനസ്സിൽ ഒരു കള്ളത്തരവും ഇല്ല എന്നോട് പറയാത്തതായിട്ട്, എൻ്റെ മനസ്സിൽ ഒരു കള്ളത്തരവും ഇല്ല നിന്നോട് പറയാത്തതായിട്ട്. പിന്നെ എന്തിനാ നിന്നെ ഞാൻ സങ്കടപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ അങ്ങോട്ടൊരു എന്താ പറയാ, തീ അങ്ങോട്ട് ആളി. ഒരു വലിയ കാര്യമാണ് മറച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായി തീരുന്നൊന്നും ഇപ്പൊ അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയാണ് ഇങ്ങനെ മനസ്സിലുള്ളത് കേട്ടോ. ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞു, ആ ഒരു വഴക്കൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ പോകുന്നത് നമ്മുടെ ലക്ഷ്മിയുടെ, അത് പിറ്റേ ദിവസമായി. അപ്പൊ ലക്ഷ്മിയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ മകളായ ദേവുവും ശരത്തും ഒക്കെ ഉണ്ട്. അങ്ങനെ ലക്ഷ്മി കരഞ്ഞുകൊണ്ടിരിക്കുന്നു.
നമ്മുടെ ദേവു ചെന്ന് സമാധാനിപ്പിക്കുന്നു. ലക്ഷ്മി ആണെങ്കിൽ ഭർത്താവിന്റെ ഫോട്ടോയിൽ നോക്കിയാണ് കരയുന്നത്. അപ്പൊ ലക്ഷ്മി എന്ന് സമാധാനിപ്പിക്കുന്നു. നമ്മുടെ ശരത്താണെങ്കിൽ ഞാൻ അവന് ചെന്ന് 2 കൊടുക്കാം, ആ ഗജാനന്ദന്, എന്റെ മറ്റേ കൂട്ടുകാരനില്ലേ അവന്, ആ ഗുണ്ട, അവന് കുറെ പേരെയൊക്കെ തല്ലി ചതയ്ക്കുന്നവനാ. അവൻ രണ്ടുപേരെ കൊന്ന കേസിൽ അകത്തും പോയിട്ടുണ്ട്. അവനൊക്കെ ജാമ്യത്തിൽ വെളിയിൽ ഇറങ്ങി നടക്കുന്നതല്ലേ. അവൻ എന്റെ കൂട്ടുകാരനാ, അവൻ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വരും, ഒരു തട്ട് തട്ടിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവു പറഞ്ഞു, അതെ നീ മിണ്ടാതിരുന്നോണം. ഹാ കൊള്ളാലോടാ, നിന്നോട് ആ കേസ് വിടണമെന്ന് പറഞ്ഞാലേടാ, പിന്നെ നീ എന്തിനാടാ അവന്റെ പുറകെ കൂട്ടുകൂടി നടക്കുന്നത്? പഠിക്കാൻ വിടുമ്പോ പഠിച്ചോണം, അല്ലാതെ ഇതുപോലെ ഒന്നും അല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവു ലക്ഷ്മിനെ സമാധാനിപ്പിച്ചിട്ട് വാ നമുക്ക് ഫുഡ് കഴിക്കാം, സാരമില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിന്നെ സച്ചിയുടെ ഈ സ്വഭാവത്തെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ പറയുന്നു. വേറൊന്നുമല്ല, പെട്ടെന്നുള്ള ഈ ഒരു മാറ്റം, സച്ചിയുടെ ഈ ഒരു മാറ്റം അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനും സഹിക്കാനും കഴിയുന്നില്ല. ഒത്തിരി സന്തോഷിച്ചിരുന്ന ആ ഒരു കല്യാണത്തിന്റെ ഇടയിലും, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കണ്ടോണ്ടിരുന്നല്ലേ ഇവരുടെ ഈ ഒരു പ്രണയരംഗങ്ങളൊക്കെ. എനിക്ക് കുറെ കമന്റ്സ് വരുന്നുണ്ട് നമുക്ക്, ഇനിയിപ്പൊ ഇവര് തമ്മിൽ വഴക്കായിരിക്കുമോ, വഴക്കാണെങ്കിൽ കാണാൻ ഒരു രസവും ഇല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദേവുവിനും ഒക്കെ. കാരണം പെട്ടെന്ന് ഈ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ ഇതേ സമയം നമ്മുടെ സുധിയുടെ കുറച്ച് രംഗങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. സുധിയുടെ ജോലിക്കാരിയും സുധിക്ക് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സുധി ആണെങ്കിൽ വലിയ ആരാണ്ടെന്നാണുള്ള വിചാരത്തിലാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഞാനാണ് സുധി, എൻ്റെ പേര് സുധി സാർ എന്നൊക്കെയാണ് പറയുന്നത്. സുധി സാർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സുധി സാർ ആണ് എന്ന് പറയുക. അപ്പൊ സാറോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന ഒരു കാറിന്റെ കമ്പനിയാണ് കേട്ടോ. അപ്പൊ അവിടെ നിൽക്കുന്ന ആള് ചോദിക്കുന്നുണ്ട്, അപ്പം ഞാനിവിടെ ഒരു ഇതിന് വന്നതാണ്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. മീറ്റിങ്ങോ? ഇവിടെ എന്ത് മീറ്റിംഗ്? അല്ല, എനിക്കിവിടെ ജോലിക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അല്ല, ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്നാണോ? ആ ഇന്റർവ്യൂ എന്നൊക്കെ പറയാണ്. കാരണം എവിടെ ചെല്ലുമ്പോഴും നമ്മുടെ സുധിക്ക് ഒരു പൊങ്ങച്ചം ഉണ്ടല്ലോ. ഏതായാലും നമ്മുടെ സുധി ആ ഒരു മുതലാളിനെ കാണുന്നു, MD-നെ കാണുന്നു. MD-ക്ക് സുധിയുടെ വാക്ചാതുര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണ്. വീണെടുത്ത് കിടന്ന് ഉരുളാൻ നന്നായിട്ട് അറിയാമല്ലോ സുധിക്ക്. ഏതായാലും ഒരു കാർ കമ്പനിയിൽ കാറ് മേടിക്കാൻ വരുമ്പോൾ അവരെ സോപ്പ് ഇടുക, അവിടെ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ ചെയ്യുന്നത് ഒരു സെയിൽസ്മാന്റെ ആ ഒരു കഴിവ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെയിൽസ് മാനേജർ അങ്ങനെ എങ്ങാണ്ടായിട്ടാണ് നമ്മുടെ സുധീനെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഏതായാലും അവിടെ ജോലി കിട്ടുന്നുണ്ട്, ആ ജോലി ഉടനെ പോകുകയും ചെയ്യും. അപ്പൊ നാളെ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സച്ചിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി പലിശക്കാരൻ്റെ അടുത്ത് പോയി കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നില്ല, പലിശക്കാരന്റെ അടുത്ത് ചെല്ലുമ്പോൾ പലിശക്കാരൻ മോശമായിട്ട് സംസാരിക്കുന്നുള്ളൂ കേട്ടോ സച്ചിയോട്. അപ്പൊ അതൊക്കെ നാളെ ഇനി വരുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് കൂടുതൽ ഞാൻ കടക്കുന്നില്ല, ബോറായി പോകും, നാളത്തെ കഴിഞ്ഞ് ഞാൻ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വിശേഷമായിട്ട് കാണാം. പിന്നെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥ നമ്മൾ ഇനി എന്നും ഡെയിലി ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി, ടാറ്റാ, ബൈ ബൈ.